നീലാക്കൊമ്പിലെ രാപ്പാടി. നാളെ എനിക്ക് പോണം, വീഡിയോ എടുക്കണം. വാ. അയ്യോ വാ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ജസ്റ്റിനെയാണ്. ജസ്റ്റിന് അടുത്ത ദിവസം ദുബായിക്ക് പോവുകയാണ്. ജസ്റ്റ് നമ്മുടെ സ്മെക്കിൽ തന്നെ പഠിച്ചിട്ട് സ്മെക്കിൽ വർക്ക് ചെയ്തു. ഒപ്പം തന്നെ ഇപ്പോൾ അടുത്ത ദിവസം ദുബായിലത്തെ സ്മെക്കിലത്തെ ഓഫീസിലേക്ക് പോവുകയാണ് പ്ലേസ്ഡ് ആയിട്ട്. സോ ജസ്റ്റിന്റെ അടുത്ത് ഓവറോൾ ത്രൂ ഔട്ട് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, ജസ്റ്റിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സോ ജസ്റ്റിൻ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. നമ്മുടെ സ്മെക്കിൽ പഠിച്ചിട്ട് സ്മെക്കിൽ തന്നെ വർക്ക് ചെയ്ത് ഇപ്പോൾ ദുബായിക്ക് പോവുകയാണ്. സോ ജസ്റ്റിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവിടേക്ക് എത്തി വരുന്നത് മുതൽ ഇവിടെ വരെയുള്ള ഒരു കാര്യം ജസ്റ്റ് നമുക്കൊന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായിട്ടും. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജസ്റ്റിൻ ഷിബു സാമുവൽ. എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പഠിച്ചതും എൻ്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്തതെല്ലാം പാലക്കാട് ജില്ലയിൽ തന്നെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അതിനുശേഷം ഞാൻ പിന്നീട് നമ്മുടെ സ്മെക്ക് ലാബ്സിൽ 2021 നവംബർ മാസമാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഏകദേശം 3 months കോഴ്സ് ആയിരുന്നു. ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGDI, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണ് ഞാൻ പഠിച്ചത്. ഏകദേശം കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 3 months കോഴ്സ് ആണെങ്കിൽ കൂടി സപ്ലിമെൻ്ററിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 5-6 മാസത്തോളം എനിക്ക് വൈകി. അതിനുശേഷം എനിക്ക് ഇവിടെ തന്നെ സ്മെക്ക് ലാബ്സിൽ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. ജൂൺ 2022 ഞാനിവിടെ CRG എഞ്ചിനീയറായിട്ട് എനിക്കിവിടെ പോസ്റ്റിംഗ് ലഭിച്ചു. അതിനുശേഷം ഞാൻ ഏകദേശം 1 year നമ്മുടെ സ്മെക്ക് ലാബ്സിൽ വർക്ക് ചെയ്തു CRG എഞ്ചിനീയറായിട്ട്. ആ ഒരു ഡ്യൂറേഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. നമ്മൾ കോഴ്സ് ചെയ്തത് കൂടാതെ എക്സ്ട്രാ നമ്മളിവിടെ ഒരു CRG എഞ്ചിനീയർ ആകുമ്പോൾ നമ്മളൊരു റിസർച്ച് വിങ് പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം 7 PLC 5 SCADA ആണെങ്കിൽ നമ്മളിവിടെ CRG ആയി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എക്സ്ട്രാ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു സിലബസിൽ പോകുന്ന പോലെയല്ല. ഞാനിവിടെ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അധികമായി പഠിക്കാൻ പറ്റുന്നു. എന്നും വരുന്നത് നമ്മുടെ കോഴ്സിൽ ഉള്ള കാര്യങ്ങൾ ആക്ച്വലി ഇറ്റ്സ് ഇനഫ് ഫോർ ടു ഗെറ്റ് എ ജോബ്. എന്നാൽ പോലും ഞാനിവിടെ CRG ആയിട്ട് എനിക്ക് കുറച്ചുകൂടി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാനിവിടെ CRG ആയിട്ട് ആദ്യം ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ സ്മെക്കിൽ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1 year ഞങ്ങൾ ഒരു ഫാമിലി പോലെയായിരുന്നു ഇവിടെ. എല്ലാവരും വളരെ സ്റ്റാഫ്സ് ആയാലും മാനേജ്മെൻ്റ് ആയാലും വളരെ ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പഠിക്കുന്ന കാലഘട്ടത്തിലും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്കിവിടെ ലഭിച്ചത്. ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് MEP കോഴ്സ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നമ്മുടെ ലാബ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും MEP ആണ് ചൂസ് ചെയ്യുന്നത്, ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇന്നർ തോട്ട് എന്നിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂഷ്വൽ പാത്ത് പോകണ്ട, ഒന്ന് ഡിഫറെൻ്റായി സഞ്ചരിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ തിരഞ്ഞെടുത്തത്. അത് ആക്ച്വലി ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന പോയിന്റ് ആലോചിക്കുമ്പോൾ ഞാൻ തോന്നും അതാണ് ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷനായിട്ട് ഞാനത് കാണുന്നു. അതിനുശേഷം CRG എഞ്ചിനീയറായിട്ട് ഒരു വർഷത്തോളം ഇവിടെ തുടരാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ സ്മെക്ക് വർക്ക്സിലോട്ട്, അതായത് സ്മെക്ക് കടവന്ത്ര ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ആയി. ഇവിടെ ഞാൻ CRG എഞ്ചിനീയർ ആയിരുന്നു. അവിടെ എനിക്ക് സർവീസ് എഞ്ചിനീയറായിട്ടാണ് ട്രാൻസ്ഫർ ലഭിച്ചത്. അവിടെ ഞാൻ ആക്ച്വലി ഇൻഡസ്ട്രിയൽ വിങ്ങിൻ്റെ ഭാഗമായിരുന്നു. സ്മെക്ക് ഫോർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ സ്മെക്കിൻ്റെ തന്നെ വേറെ സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട്. അതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് ഞാനൊരു 8 months സ്മെക്ക് ഫോർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. അറൗണ്ട് 4 projects എനിക്ക് ചെയ്യാൻ സാധിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ എനിക്ക് സ്മെക്ക് നൽകിയത്. വളരെ മികച്ചൊരു ടീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും അവിടെ ലഭിച്ചു. കുറേ ഇവിടെ കണ്ടതിൽ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും അറിയാനൊരു അവസരം എനിക്ക് അവിടെ ലഭിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കരിയർ അവിടെ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും സ്മെക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. സ്മെക്ക് മറൈൻ LLC നമ്മുടെ ദുബായ് ബ്രാഞ്ചിലോട്ട് എനിക്ക് വീണ്ടും അടുത്ത ട്രാൻസ്ഫർ തന്നിരിക്കുകയാണ് വിത്ത് പ്രൊമോഷൻ. അവിടെ എനിക്കിപ്പോൾ സ്മെക്ക് മറൈനിൽ മറൈൻ എഞ്ചിനീയർ ആയിട്ടാണ് അവിടെ എനിക്കിപ്പോൾ ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് സ്മെക്ക് ആക്ച്വലി ഇറ്റ്സ് മോർ ഓഫ് എ ഫാമിലി. ഇത്രയും വർഷം ഏകദേശം 2 years എബോ ഞാൻ സ്മെക്കിൽ വർക്ക് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് സ്മെക്ക് നൽകിയത്. സോ താങ്ക് യു സ്മെക്ക്. ഇതാണ് എനിക്ക് സ്മെക്കിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ട്. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. ഇനി ഇവിടെ കോഴ്സ് ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട, ധൈര്യമായി ഇങ്ങോട്ട് വരിക. ഇവിടെ നല്ല ഫാക്കൽറ്റീസും നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കരിയറിന് ഏറ്റവും മികച്ചൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇത്. താങ്ക് യു. ഇപ്പോൾ വേറെ കുറെ പേര് കൂടി ദുബായിൽ പ്ലേസ്ഡ് ആയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്ത വേറെ പലരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതെ, മുന്നേ കുറെ പേര് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ സ്മെക്കിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വേറെ കമ്പനിയിൽ പ്ലേസ്മെന്റ് ആവും. ഒപ്പം തന്നെ സ്മെക്ക് പോലത്തെ MNCയിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ആയിട്ട് വേറെ ദുബായ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അബ്രോഡ് കൺട്രീസിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതെ, ഷുവർ. അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സ്മെക്കിൽ തന്നെ അങ്ങനെ കയറി പോയായിരുന്നു.
ഇൻ കേസ് എൻ്റെ കൂടെ പഠിച്ച ഞാൻ വളരെ കുറച്ച് പേര് അന്ന് CRG ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കുറേ പേർക്ക് എൻ്റെ ബാച്ചിൽ കുറേ പേർക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ പ്ലേസ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് അവരെല്ലാം പ്ലേസ്ഡ് ആണ്. അതിനുശേഷം ഞാൻ പഠിപ്പിച്ച എല്ലാ ബാച്ചിലെ സ്റ്റുഡൻസ്, ഞാനിവിടെ CRG ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച സ്റ്റുഡൻസ് എല്ലാവരും പ്ലേസ്ഡ് ആണ്. ഇന്ന് സത്യത്തിൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റുഡൻസിനെ അതായത് നല്ല കാൻഡിഡേറ്റ്സിന് കിട്ടാനില്ല, ഷോർട്ടേജ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഓട്ടോമേഷൻ പഠിക്കുക. ഒരുപാട് വേക്കൻസീസ് നമ്മുടെ കമ്പനിയിലും ഉണ്ട്, പുറത്ത് കമ്പനികളിലും ഉണ്ട്. ഇതൊരു ബൂമിങ് ഇൻഡസ്ട്രിയാണ്. അപ്പം മാക്സിമം എല്ലാവരും നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ നിങ്ങൾ എന്തായാലും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ചൂസ് ചെയ്യണം. Okay, anyways, thank you and all the best. താങ്ക് യു. Join Smec Labs. We empower your career for future.